അപ്പം നമുക്കിന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കരിയില, ഉണങ്ങിയ കരിയില നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കുന്നതും, അതുപോലെ നമ്മുടെ തക്കാളിക്കുണ്ടാകുന്ന വാട്ടരോഗത്തിന് ഞാൻ കൊടുക്കുന്ന കീടനാശിനിയും അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ, കായ്ച്ച് നല്ല ഉഷാറായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് കൊണ്ട് ഞാൻ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും വെയിറ്റ് കൊണ്ടൊക്കെ ചെരിഞ്ഞ് പോകുന്നുണ്ട്. ഇനി വള്ളിയൊക്കെ ഇരുന്ന് കെട്ടി കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ, ഈ പഴുത്ത് നിൽക്കുന്ന ഇലയൊക്കെ ഉണ്ടല്ലോ, കരിഞ്ഞതും പഴുത്തതും ഒക്കെ ഇലകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയും. അതൊക്കെ നമ്മുടെ ചെടിയെ നിൽക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് ഒരു ഐശ്വര്യമില്ല. അതുപോലെ നമുക്ക് കാണുമ്പോൾ ആണെങ്കിലും നമ്മൾ ചെടിക്ക് തന്നെ എന്താ പറയണ്ടേ, വാടിയാണോ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും, ഒരു ഉഷാറില്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പം ഞാനതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കരിഞ്ഞ് നിൽക്കുന്ന ഇലയോ വാടി നിൽക്കുന്ന ഇലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുവേ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, പൂവും കായും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇത് നമ്മുടെ അടുത്ത സെക്ഷൻ തക്കാളിയാണ്, ഏകദേശം ഇത്രയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ പൂടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ചാൽ മണ്ണിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ വേരൊക്കെ ഇത്തിരി ഇത്തിരി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അങ്ങനെ മണ്ണിന് മുകളിലേക്ക് നമ്മുടെ വേരൊക്കെ ഉള്ള സമയത്താണ് പെട്ടെന്ന് നമുക്ക് തക്കാളിക്ക് വാട്ടരോഗം ഉണ്ടാകുന്നതും കീടശല്യം ഉണ്ടാകുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു കീടനാശിനി നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക വേണം. അതുപോലെ വീണ്ടും നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കരിയില 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നല്ല പൊടിയായി എടുക്കുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ പെട്ടെന്നുള്ളൊരു എളുപ്പ പണിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മിറ്റടിച്ച് വരുന്ന കരിയിലയൊക്കെ ഇതുപോലെ ഒരു ചാക്കിനകത്ത് ഞാൻ നല്ല വെയിലത്തെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഒക്കെ നമ്മളിത് ചെയ്തു വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്കിത് എന്താ പറയുക, നമ്മുടെ ചകിരി കമ്പോസ്റ്റ് പോലെ നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാവേ. അപ്പം നമ്മുടെ ഈ കരിയിലേക്ക് ഇതുപോലെ ഒന്നെങ്കിൽ ബക്കറ്റിലോ അല്ല ഇതുപോലുള്ള ഒരു പരന്ന ബേസിനോ അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട്, ഇപ്പം ഈ കരിയില വെയിലത്തും കൂടെ ഇരുന്നുകൊണ്ട് നല്ല പൊരിയായി ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതൊരു 2-3 പ്രാവശ്യം നമ്മൾ നല്ലതുപോലെ ഒന്ന് എന്താ പറയണ്ട, ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഞെരടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് പെട്ടെന്ന് ഇതുപോലെ പൊടിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ ആക്കി വെച്ചതാണ്. അപ്പം നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതുപോലെ ചെയ്തതാണ്. ഇതുണ്ടോ, ഇത്രയും നല്ല രീതിയിൽ നമുക്ക് പൊടിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചകിരി കമ്പോസ്റ്റ് പോലും തോറ്റുപോകും, നിഷ്പ്രയാസം നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ കരിയിലയാണെല്ലാം അടിച്ച് വാരി എല്ലാം കത്തിച്ച് കളയുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സൂഡോമോണസ് ആണ്. ഞാൻ ഒരു 20 മില്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തും വെച്ചാട്ടോ. അപ്പം നമ്മുടെ തക്കാളിയുടെയൊക്കെ വേരിൻ്റെ മുകളിലേക്കൂടി നമ്മളിതൊന്ന് കുറേശ്ശെയായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒഴിച്ചും കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും നമ്മൾ തലേദിവസം നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണിയല്ലേ, പിറ്റേ ദിവസം നമ്മൾ ചിലപ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടാവും ഇതിൻ്റെ എല്ലാം വാടി കരിഞ്ഞ് നിൽപ്പുണ്ടാകും, തളർന്ന് നിൽപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് ഈ വാട്ടരോഗം പെട്ടെന്ന് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഈ പൊടിച്ചെടുത്ത കരിയില കണ്ടോ, നല്ല നൈസായി പൊടിച്ചെടുത്ത ഈ കരിയില ഇതുപോലെ നമ്മൾ സൂഡോമോണസ് ഒഴിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇതുപോലെയുള്ള ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു പെട്ടെന്ന് നമുക്കിത് കമ്പോസ്റ്റാക്കി കിട്ടും. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, കരിയിലയൊക്കെ ആണെങ്കിൽ മുഴുവനോട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി താമസമാണല്ലോ നമുക്ക് പൊടിഞ്ഞ് വരാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന സ്ലറിയാണ്. ഈ ഒരു സ്ലറിയും കൂടെ നമ്മൾ കരിയിലയുടെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ കരിയില നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല വളവായി, അതുപോലെ നല്ല എന്താ പറയണ്ടേ, ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അപ്പം നമ്മുടെ ചെടിക്ക് നല്ലൊരു തണുപ്പും കിട്ടും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു തണുപ്പായി, അതുപോലെ നല്ല വേരോട്ടത്തിനും അതുപോലെ നല്ലൊരു അടിപൊളി വളവും ആയി കിട്ടും കേട്ടോ. നമ്മൾ ഈ കരിയിലയുടെ മുകളിലേക്കൂടെ നമ്മുടെ ഈ സ്ലറിയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തക്കാളിയുടെ വേരൊക്കെ മണ്ണിന് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വാട്ടരോഗം ഉണ്ടാവില്ല. വാട്ടരോഗത്തെ തടുക്കാനായിട്ട് നമുക്ക് സൂഡോമോണസുമായി അതുപോലെ വേരോട്ടത്തിനും വളത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കരിയിലയും മതി. പിന്നെ ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് വളർന്നോളൂ കേട്ടോ. 1 രൂപ പോലും നമുക്ക് കൊടുത്ത് പുറത്തുനിന്ന് തക്കാളി വാങ്ങേണ്ട. ഇതുപോലെയൊക്കെയുള്ള ചെറിയ ട്രിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ എന്നും ഒരു നേരം നമ്മൾ നനച്ചും കൊടുക്കണം. ഇനി 2 നേരമാണെങ്കിൽ നമുക്ക് കുറേശ്ശെ നനയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറേശ്ശെ നനച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു നേരമേ നനച്ചു കൊടുക്കാം, ഒന്നുകിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം നല്ലതുപോലെ നനച്ചും കൂടെ കൊടുക്കും കേട്ടോ. അത് നമ്മുടെ ഗ്രോ ബാഗ് നല്ല രീതിയിൽ നനയുന്ന പോലെ ഒന്ന് നനച്ചും കൊടുക്കുവേ.